അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അന്ന് വന്നിട്ടുള്ള നല്ലൊരു ബീഫ് റോസ്റ്റ് ആട്ടോ, ഒരു നാടൻ ബീഫ് റോസ്റ്റ്. ചട്ടിയിലൊക്കെ ഇട്ടിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടാവും, ഞാനൊന്ന് മാറ്റി പിടിച്ചെന്നുള്ളൂ. നമ്മൾ കുക്കറിലൊക്കെ അല്ല ഉണ്ടാക്കുക, ഒന്ന് ചട്ടിയിലാക്കി. ചട്ടി ഉണ്ടാക്കുമ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റ് ആയിക്കല്ലോ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കണ്ടു പോയാലോ. കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ചൂടാക്കിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഒന്ന് വറുക്കണം. അപ്പോൾ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീറ്റ് മസാല അല്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഈ മീഡിയം ഇതിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കണമെന്ന് ഇറച്ചിക്കറി. നമ്മൾ പൊടി അതുപോലെല്ലാം ഇട്ടിട്ടുണ്ടാക്കുക. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഗ്യാസൊക്കെ ഓഫാക്കിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ ചട്ടിയിൽ, ഏത് ചട്ടിയിലാണ് ഉണ്ടാക്കണം ആ ചട്ടിയിൽ ഇറച്ചിട്ട് കൊടുത്തേക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പിലും ചെറിയുള്ളിയും പച്ചമുളകും ഒരു സവാള ഇട്ടിരിക്കണം, അതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിക്കണേ. അപ്പോൾ ഞാൻ ഇറച്ചിയിലേക്ക് കണ്ടിട്ട് കൊടുക്കാം. ഞാനൊരു 10-25 ചെറിയുള്ളി ഇട്ടിട്ടുണ്ടോ, ചെറിയുള്ളിയാണ് കൂടുതൽ ചെറിയുള്ളി ഇടുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുക. അപ്പോൾ ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിക്കണം. ഒരു ചെറിയ സവാളയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതും അതിലേക്ക് അമ്മ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 2 തക്കാളി തക്കാളി തോനെടുത്തിട്ട് 2 എടുത്തിട്ടുണ്ട്. സവാളയും ചെറിയുള്ളിയാണ് കൂടുതൽ. ഇനിയും പൊടികൾ വറുത്ത് വെച്ച പൊടികളുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 2 സ്പൂൺ അല്ല 3 സ്പൂണോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം, നമ്മൾ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പുതിന ചപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വെന്ത് ലാസ്റ്റ് വറവിടുമ്പോൾ ഇടുക കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സാധനങ്ങളും നല്ല ഇങ്ങനെ നിരട്ടിയെടുക്കണം. അപ്പോൾ ആ ടേസ്റ്റ് ഇങ്ങോട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. കഷ്ണങ്ങളൊന്നും കാണൂല എന്തഞ്ഞിട്ടും. അതുപോലെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. സകളും കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിലേക്കാണ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ച് ചട്ടി അടുപ്പിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലാവുമ്പോൾ വേഗം അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കയ്യിലുകൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ ആകുമ്പോൾ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കാമല്ലോ, ചട്ടിയിലാവുമ്പോൾ വേഗം അടിയിൽ പിടിക്കും. അപ്പം എന്നിട്ട് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കാം, ഒന്ന് ഇങ്ങോട്ട് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഞാനിതാ അങ്ങനെ റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്നപ്പോൾ ഇതാ നല്ല തിളച്ച് വന്നിക്കണേ. നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ചതൊക്കെ നന്നായിട്ട് ഇളച്ച് വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അവിടെ ഇട്ടുകാണ്ടൊന്നും പോകാൻ പറ്റില്ല. ചട്ടിയിലാവുമ്പോൾ എല്ലാം വേഗം അടി പിടിക്കും. അടുപ്പത്തായതുകൊണ്ട് വേഗം അടി പിടിക്കും. കുക്കറിൽ നമുക്ക് ഇട്ടുകാണ്ട് വേഗം പോവല്ല. അപ്പോൾ എന്നും കുക്കറിലല്ല നമ്മൾ ഉണ്ടാക്കുക, അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. എന്നിട്ട് നമുക്കൊന്നുകൂടി മൂടി വെക്കാം കേട്ടോ. മൂടിയൊക്കെ തുറന്നപ്പോൾ ഇത് ഇറച്ചിയൊക്കെ വെന്ത് വന്നിക്കണം. 1 മണിക്കൂറോളം പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇറച്ചിയൊക്കെ ആയി കിട്ടാൻ ഏകദേശം. കുക്കറിലാകുമ്പോൾ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ഉണ്ടാവും, ഓരോ കുക്കർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ ഇതാ നമ്മൾ വെന്തൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇപ്പം നിങ്ങൾക്ക് മടുപ്പും തോന്നുമല്ല. അപ്പോൾ അടുപ്പത്ത് തന്നെ ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ഒന്ന് വറവിടണം. അതിന് വേണ്ടി ഞാൻ ഗ്യാസിലേക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായി വന്നതിന് ശേഷം, പാൻ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കണം. 1 സ്പൂൺ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒക്കെ വന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ കൊത്തില്ലേ, തേങ്ങ ചെറുതാക്കി നുറുക്കിയത്
അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. തേങ്ങാക്കൊത്തിട്ടൊരു ബീഫ് നല്ല ടേസ്റ്റാണ്. പൊറോട്ടേൻ്റെ കൂടെയൊക്കെയാണ് പറയണ്ട അല്ലേ. ഓരോരുത്തർക്ക് ഓരോ ഇതേക്കാരും ഇഷ്ടം. ചിലർക്ക് പൊറോട്ടേൻ്റെ കൂടെയൊക്കെയാരും ബീഫ് ഇഷ്ടം. എങ്ങൾക്കൊക്കെ എന്തിൻ്റെ കൂടെ ഇഷ്ടമുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ചപ്പില്ലേ അതും ചെറുതാക്കി എരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നിങ്ങളടുത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടോളി, അത് ഇട്ടുന്ന രസമാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇറച്ചിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഇറച്ചി ചട്ടിയില്ലേ അതിൻ്റെ മൂടിയാണ് തുറന്നതിന് ശേഷം ഒന്നും കൊണ്ട് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നും കൊണ്ട് വറ്റാൻ വേണ്ടിയിട്ട്, റോസ്റ്റ് ഒന്നും കൂടി തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചതാണ്. അപ്പം ഇങ്ങനെ അടുപ്പത്താവുമ്പോൾ ഇങ്ങനെ ഒന്നും കൂടി വെള്ളം വറ്റി വരുമല്ലോ, ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ വറവിട്ട് വെച്ച ഇതില്ലേ തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് എൻ്റെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്നും കൂടി മൂടി വെക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കണ്ട് അതിൻ്റെ എല്ലാ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ മൂടി വെച്ച്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൂടിയൊക്കെ തുറന്നപ്പോൾ നമ്മൾ നല്ല ഗ്രേവി പോലെ ആയിരിക്കണം നമ്മളെ ബീഫ് റോസ്റ്റ്. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യങ്ങളും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ കേട്ടോ. പലവരും പല മോഡലിലായിരിക്കും ഉണ്ടാക്കൽ. ഞാനും പല തരത്തിൽ ഉണ്ടാക്കലുണ്ട്. ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ, എന്നാൽ വേറൊരു മോഡൽ ഉണ്ടാക്കണം അതും കാണിച്ചു തന്നാണ്. അപ്പോൾ ആ കാണാത്തവരൊന്ന് ആ വീഡിയോ പോയി കാണണേ. അപ്പോൾ നമ്മളൊരു ബീഫ് റോസ്റ്റ് ഞാൻ ഒരു പാത്രത്തിലേക്കണ്ട് പ്ലേറ്റിലേക്കണ്ട് വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കൂടെ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അത് ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. ഞാൻ അപ്പം ചോറിന് മോരിക്കറിയും ബീഫ് റോസ്റ്റും പപ്പടമായാലും ചോറ് കുശാലായില്ലേ. ചോറ് തീർന്ന വഴി അറിയില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. പുതുതായി വന്ന കൂട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.